മാഷെ 2026 കാലെടുത്ത് കുത്തുമ്പോഴത്തേക്കും ഇറാൻ കത്തുകയാണ്. അത്ര ശുഭകരമായ വാർത്തകളല്ല അയൽപക്കത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ചിരിക്കുന്നുണ്ട് ഇറാൻ്റെ ഈ നാശത്തിൽ. ഇതിൻ്റെ കാരണഭൂതൻ എന്ന് പറയുന്ന അമേരിക്ക തന്നെ. സാങ്ഷൻ യുദ്ധം ചെയ്തത് കൂടാതെ സാങ്ഷനും കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അവിടെ 7 പേരോളം ഇറാനിൽ മരിച്ചു. അവിടെ റവല്യൂഷണറി ഗാർഡ്സ് അവിടുത്തെ ഈ പ്രതിഷേധം അടിച്ചമർത്താനുള്ള ശ്രമം സ്വാഭാവികമായി ഏത് രാജ്യവും നടത്തുന്ന പോലെ നടത്തുന്നുണ്ട്. പക്ഷേ അമേരിക്ക പറയുന്നത് അടിച്ചമർത്താനാണ് ശ്രമമെങ്കിൽ ഇടപെടും. ഒരു എളുപ്പമില്ലാതെ ഏത് രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ സമർത്ഥരായിട്ടുള്ള അമേരിക്ക ആരും ചോദ്യം ചെയ്യാനില്ലല്ലോ. ആ രീതിയിൽ തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസ്താവന ട്രംപ് തന്നെ നടത്തി കഴിഞ്ഞു. ട്രൂത്ത് സോഷ്യലുണ്ടല്ലോ, ആ മീഡിയയിലാണ് അദ്ദേഹം. ഇപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ? തുടങ്ങിയപ്പോഴേ 2020 തുടങ്ങിയപ്പോഴേ ഇങ്ങനെ അശുഭമോ? അല്ല, 2025 നിന്ന് നമ്മൾ 2026 കടക്കുമ്പോൾ 2025 ഭാണ്ഡക്കെട്ടുമായിട്ടാണ് 26 പോകുന്നത്. 25 യുദ്ധത്തിൻ്റെയും കലാപത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ഒരു വർഷമായിരുന്നു ഒരു വശത്തൂടെ നമ്മൾ നോക്കുന്ന സമയത്ത്. ഇറാനും അതേപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നമ്മൾ കണ്ടതാണ്. അധിക ദിവസം നീണ്ടു നിന്നില്ലെങ്കിൽ പോലും അത് ഇസ്രായേലിനും അതേപോലെ ഇറാനും പരിക്കേൽപ്പിച്ചത്. അന്ന് മുതൽ ഇസ്രായേൽ ഈ പരിക്ക് പറ്റിയ പട്ടിയുടേതുമാരെ ഇറാനെ മാന്താനായിട്ട് നടക്കുകയായിരുന്നു. അതിനുള്ള അവസരങ്ങൾ അവർ കാത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര കലാപം പോലെ ചില അസ്വസ്ഥതകളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം തന്നെയാണ്. വിലക്കയറ്റിൽ പൊറുതിമുട്ടിയ കടക്കാരാണ് ആദ്യം തെരുവിലിറങ്ങുന്നത്. പിന്നെ അത് ജനകീയ പ്രക്ഷോഭമായിട്ട് മാറുന്നത് അത് സർക്കാരിനെതിരെയായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മാറും. അത് ബോധപൂർവം അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും അവരുടെ ചാരന്മാർ വഴി നടത്തുന്ന തിരിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പെട്ടെന്നത് സർക്കാരിനെതിരായി ഇറാൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു കലാപമായിട്ട് മാറിത്തീരുകയും സർക്കാർ ഈ കലാപകാരികളെ വെടിവെക്കുകയും ഇപ്പോൾ 6-7 പേർ മരിച്ചു എന്ന വാർത്തയാണ് അവസാനമായിട്ട് ലഭിക്കുന്നത്. 7 പേർ മരിച്ചു. അതെ, ആ വാർത്തയെക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ട്രംപിൻ്റെ കുറിപ്പാണ്. പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിയാൽ ഉടനെ ഞങ്ങൾ ഇടപെടും. ഇയാൾ ആരാണ് അതിൻ്റെ പറയുന്നത്? എന്താ പറയുന്നത്? ഇയാളെന്താ കാര്യം എൻ്റെ അകത്ത് ഇടപെടാൻ? ഇയാൾ ആരാണ്? അതാണ് ബേസിക് ക്വസ്റ്റ്യൻ. ഇതാണ് അമേരിക്കയ്ക്ക് എന്ത് കാര്യം? ഇറാനിൽ പ്രക്ഷോഭങ്ങൾ നടക്കട്ടെ, സർക്കാർ വിരുദ്ധ കലാപങ്ങൾ ഉണ്ടാവട്ടെ, ആ കലാപങ്ങൾക്കെതിരെ സർക്കാർ നടപടികളുമായിട്ടൊക്കെ പോട്ടെ. അതൊക്കെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ അമേരിക്ക കയറി ഇടപെടും എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. അതായത് അന്ന് ഇറാനെ ചൊറിഞ്ഞിട്ട് കാര്യമായിട്ടുള്ള പരിക്കേൽപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പരാജയപ്പെട്ടു. അത് അമേരിക്കയെ കൂടി പരാജയമായിരുന്നു, ഇസ്രായേലിൻ്റെ മാത്രം പരാജയമല്ല. കാരണം അമേരിക്ക പറഞ്ഞിട്ടാണ് ഇറാനെ പോയിട്ട് ഇസ്രായേൽ ആക്രമിക്കുന്നത്. അതിനും കാരണം ഉണ്ടായിരുന്നല്ലോ. കാരണം ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ നിർവ്യാപന സംവിധാനവുമായി ബന്ധപ്പെട്ട് അമേരിക്ക പറഞ്ഞത് കേൾക്കുകയും അമേരിക്ക ഒപ്പിടാൻ പറഞ്ഞിടത്ത് ഒപ്പിടാനുള്ള സൗകര്യമില്ല എന്ന് ഇറാൻ പറഞ്ഞെന്നുള്ളതാണ്. അത് ഇയാളുടെ ചുരുക്കത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇറാൻ അമേരിക്ക വെല്ലുവിളിച്ച ഒരു രാഷ്ട്രത്തിൽ ഞങ്ങൾ ഇടപെടും, നിന്നെ ശരിപ്പെടുത്തും എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രംപിനെതിരെ ആരുമൊന്നും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. ലോകത്തിൻ്റെ പോലീസുകാരനായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ ചെയ്യുന്നത്. അതാണ് നമ്മൾ അതിനകത്ത് കാണാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഇതിൻ്റെ ഏതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യാഘാതത്തിനും പിന്നിലൊരു സാമ്പത്തിക കാരണം കാണും. അത് അനിവാര്യമാണ്. ഇവിടുത്തെ സാമ്പത്തിക കാര്യം എന്ന് പറയുന്നത് 2022 ഈ റിയാലിൻ്റെ മൂല്യം $1 ഓർക്കണം. $1 അപേക്ഷിച്ച് 4.3 ലക്ഷം റിയാലാണ്. റിയാൽ തീരെ ചെറിയൊരു നമ്മുടെ നാണയം പോലുള്ള വില കുറഞ്ഞൊരു സാധനമാണ്. 4.3 പക്ഷേ ഇപ്പോൾ 2025 അവസാന പാദമെത്തി ഡിസംബർ ആയപ്പോഴത്തേക്കും അത് 14 ലക്ഷം റിയാലായിട്ട്. അപ്പോൾ എന്തൊരു വമ്പിച്ച വിലയിടിവാണ് റിയാലിനുണ്ടായത്. ഏതാണ്ട് 3 ഇരട്ടി വിലയിടിവ് അതിന് സംഭവിച്ചു. അതിനെ തുടർന്നാണ് പെട്രോളിന് ഭയങ്കരമായിട്ട് വില കൂടി. പെട്രോളാണല്ലോ ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെയും രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ഒരു ശക്തി. ഇന്ധനം, രാഷ്ട്രീയത്തിൻ്റെ ഇന്ധനം അതാണ്. അതിനെ തുടർന്നാണ് തെരുവുകളിൽ പ്രക്ഷോഭകാരികൾ ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭം നടത്തിയത്. അവിടെ മതഭരണമാണ് നടക്കുന്നത്. അപ്പോൾ മതഭരണാധികാരികൾ എന്ന് പറയുന്നത് ദൈവവിളി അനുസരിച്ച് ഭരണം നടത്തുന്നവരാണ്. ദൈവത്തിന് പോലും ഇറാനെ രക്ഷിക്കാൻ കഴിയുന്നില്ലെന്നോ യാഥാർത്ഥ്യം അവിടെ നിൽക്കേ. ഇത് പട്ടാളത്തെ കൊണ്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്
അവർ നടത്തുന്നു. ഏതൊരു രാഷ്ട്രവും നടത്തുന്നതാണ്. ദൈവരാജ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സാമ്പത്തിക കാര്യങ്ങൾ ബാധിക്കും. അപ്പോൾ ആ ഒരു അത് എവിടം വരെ നീണ്ടു നിൽക്കും, എങ്ങു വരെ പോവും? നേരത്തെ 3 കലാപങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണത്. ഇത് പുതുമയൊന്നുമുള്ള കാര്യമല്ല. ഇത് നീണ്ടു നിൽക്കുമോ? അമേരിക്കയുടെ കളി ചരട് പിന്നിലുള്ളതുകൊണ്ട് ഇത് ഇറാനെ നശിപ്പിക്കുമോ എന്നുള്ളത് നേരിട്ട്. അല്ല, ഇറാനിൽ ഇപ്പോൾ ഉണ്ടായ കലാപം എന്ന് പറയുന്നത് അവരുടെ ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട കലാപമാണ്. ജീവിക്കാൻ പറ്റും, മനുഷ്യൻ ജീവിക്കണ്ടേ? ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു. വിലക്കയറ്റം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം റിയാൽ ശരിക്കും പറഞ്ഞാൽ കുപ്പുകുത്തി എന്നുള്ളതാണ്. അതിൻ്റെ മൂല്യം ഇടിഞ്ഞ് താർന്ന് തരിപ്പണമായി. എനിക്ക് തോന്നുന്നു ടിഷ്യൂ പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത തരത്തിലേക്ക് സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇന്ത്യൻ റുപ്പിയുടെയും വില ഭയങ്കരമായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഡോളറുമായിട്ടുള്ള ഒരു കമ്പാരിസൻ്റെ താരതമ്യൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഡോളർ ഇടയ്ക്ക് എന്ത് ചെയ്യുന്ന ഒന്ന് മങ്ങി നിന്നിരുന്നാണ്, ഇപ്പോൾ വീണ്ടും എന്ന് വെച്ചാൽ മിന്നി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രൂപയുടെയും അതേപോലെ തന്നെ ഇറാനിയൻ റിയാലിൻ്റെയും ഒക്കെ മൂല്യം താരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് അന്താരാഷ്ട്ര രംഗത്തുള്ള ഒരു കമ്പാരിറ്റീവ് വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ എന്തായാലും അത് എങ്ങനെ ഇറാനിലെ ജനങ്ങളെ ബാധിച്ചു, അവരുടെ ജീവിതത്തെ ബാധിച്ചു, ഇതാണ് നമ്മളുടെ വിഷയം. ഏത് പ്രദേശത്തായി കഴിഞ്ഞാലും ഒരു ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ ബാധിച്ചാൽ അവർ ഭരണകൂടത്തിനെതിരെ തിരിയും. അങ്ങനെയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. ഇറാനിലും അങ്ങനെ സംഭവങ്ങളുണ്ടായിരിക്കും. നേരത്തെ ഉണ്ടായ കലാപങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, അറിയാലോ, അവിടെ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ. അതൊക്കെ കൊന്നു, ജയിലിലിട്ട് കൊന്നു. അതെ. അപ്പൊ അത്തരം കലാപങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ആ കലാപയുടെ പേരും കൂടെ പറയാം, മഹ്സ അമീനിയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പേര്. മഹ്സ അമീനിയെ ജയിലിലിട്ട് കൊന്നു. അതെ, അതിന്റെ പേരിൽ വലിയ കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടെന്നാണ്. ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ഉയർന്നു വന്നാണ്. എന്നുവെച്ചാൽ ജനങ്ങളുടെ പ്രതിഷേധിക്കാനായിട്ടുള്ള ഊർജം അവരിൽ ഇപ്പോഴും ഉണ്ട്. അവർ പ്രതിഷേധിക്കും. ഇവിടെ ഇറാനിലെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇറാനിയൻ ഭരണകൂടം ഉയർന്നു പ്രവർത്തിക്കുകയും അവിടെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക് ആവശ്യ വസ്തുക്കൾ കൃത്യമായിട്ട് എത്തിക്കുകയും ഈ പെട്രോളിന്റെ വിലക്കയറ്റത്തിന് ഒരു നിയന്ത്രണം കൊണ്ടുവരികയൊക്കെ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് ശമിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അതായത് മതവിശ്വാസം കൊണ്ട് ഇതിനെ നേരിടാൻ പറ്റില്ല. മതവിശ്വാസം കൊണ്ടൊന്നും മനുഷ്യന്റെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് കഴിയില്ലെന്ന് ലോകം മുഴുവൻ പഠിപ്പിച്ചല്ലേ. പക്ഷേ അധികാരം പിടിക്കാനായിട്ട് പലപ്പോഴും ഈ മതവിശ്വാസം വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ അത് ഉപകാരപ്രദമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ വർഗീയത എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ളൊരു വെപ്പണായിട്ട് മാറിത്തീരുന്നത്. അത് ഉപയോഗിച്ച് അധികാരം പിടിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പം അധികാരം പിടിച്ചിട്ട് കാര്യമില്ല. ആ അധികാരം നിലനിർത്തണമെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഭരണം നടത്താനായിട്ടുള്ള കഴിവുണ്ടാണ്. ഇപ്പോൾ ഇറാൻ ഇങ്ങനെ കത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ജീവൽ പ്രശ്നങ്ങളാണ്. അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ വെപ്പിപ്പിക്കുന്ന ഒരു പ്രക്രിയ അമേരിക്കയും ഇസ്രായേലും കൂടി നടത്തേണ്ടെന്ന് മാത്രം. എണ്ണ കോരി ഒഴുകിയാണ്, കത്തിക്കൊണ്ടിരിക്കുന്നതിൽ എണ്ണ കോരി ഒഴുകി ആളിക്കത്തിക്കുന്നു. 2009 അവിടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നവും ഉണ്ടായി. 2017 വീണ്ടും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് 2019 നവംബർ 15 നവംബർ കലാപം എന്നാണ് അറിയപ്പെടുന്നത്. രക്തരൂഷിതമായ കലാപമാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇതുപോലെ സമാനമായിരുന്നു. ഇന്ധനവില 50 മുതൽ 200% വരെ കൂട്ടി. ഇപ്പോൾ വീണ്ടും ആ ഇന്ധനവില വർദ്ധിച്ചതാണ്. ഇന്ധനവില വർദ്ധിക്കുമ്പോൾ എല്ലാ സാധനങ്ങളുടെയും വില വമ്പിച്ച വിലക്കയറ്റമാണ് നടക്കുന്നത്. ഇറാന് പക്ഷേ സാങ്ഷൻ ഉള്ളതുകൊണ്ട് ഇതിനൊരു പരിഹാരം. എന്ത് പരിഹാരമാണ്? ഒരു രാജ്യമായിട്ട് ബന്ധപ്പെടാൻ അവരെ സമ്മതിക്കുന്നില്ല. പെട്രോൾ വിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അമേരിക്ക ഉണ്ടാക്കി വെച്ച ഒരു വിപ്ലവമാണിത്. അല്ല, ഒരു കലാപം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇറാന് ചെയ്യാവുന്നൊരു കാര്യം അടിയന്തരമായിട്ട് ആ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അള്ളാഹുവിലോ അതേപോലെ തന്നെ മതജനങ്ങളിലോ ഒക്കെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവൽ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ അമേരിക്ക ഇറാനിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അവരാണ് ഈ സാങ്ഷൻ ഏർപ്പെടുത്തിയത്. വേറൊരു രാജ്യത്തൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല, പെട്രോൾ വിൽക്കാൻ പറ്റുന്നില്ല. വമ്പിച്ച പ്രതിസന്ധി ആ രാജ്യത്ത്. ഇതൊക്കെ ഇവര് പ്രതീക്ഷിക്കേണ്ടതാണല്ലോ. ഇങ്ങനെ വരുന്നുള്ള ആറ്റം ബോംബ് ഉണ്ടാക്കി, പാകിസ്ഥാനും ആറ്റം ബോംബ് ഉണ്ടാക്കി. അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടി, അമേരിക്കയുടെ ആ വിവേചനം കൂടി നമ്മൾ ഒന്ന് പരാമർശിക്കാതെ പോകുന്നത് ശരിയാവില്ല. എന്തായാലും പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമൈനിക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട്. അത് സ്വാഗതാർഹമാണ്. അവിടെ ഭരണമെന്ന് പറഞ്ഞാൽ ജനകീയമാണോ, ജനാധിപത്യ അടിത്തറയല്ലേ, മതാധിപത്യത്തോളം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല.
അത് ജനങ്ങൾക്ക് തന്നെ പരമാധികാരം കിട്ടണം. ഇപ്പോൾ പരമാധികാരം ഖമേനി അല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭരണകൂടം അതിലേക്ക് ജനകീയമായിരിക്കണം ഭരണകൂടം, ജനാധിപത്യപരമായിരിക്കണം എന്നുള്ളത് തന്നെ. ഫാഷിസ്റ്റ് ആവരുത്, അത് മതാധിപത്യമായിരിക്കരുത് എന്നൊക്കെയുള്ള പാഠങ്ങളും കൂടി തീർച്ചയായിട്ടും ഈ 2026 അതുപോലെ ഇറാനും നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ഹിന്ദി ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.